അന്തരിച്ച നടൻ ഓംപുരിയുടെ ആദ്യ ഭാര്യ സീമ കപൂർ തന്റെ സംഭവബഹുലമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിലെ വാർത്തയാകുകയാണ്. ഗർഭിണിയായിരിക്കെ ഓംപുരി തന്നെ വഞ്ചിച്ചുവെന്ന് സീമ കപൂർ വെളിപ്പെടുത്തി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം ഓംപുരി സെക്രട്ടറി വഴി 25,000 രൂപ അയച്ചു. പക്ഷേ അവർ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. തന്നെ ആശ്വസിപ്പിക്കാതെ സെക്രട്ടറി വഴി പണം അയച്ചത് നിങ്ങളുടെ അഹങ്കാരമാണെന്നും അതാണ് നിങ്ങളെ നശിപ്പിക്കുകയെന്നും ഞാൻ പറഞ്ഞുവെന്ന് സീമ പറയുന്നു. ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടും ഓംപുരിയെ വിവാഹമോചനം ചെയ്യാൻ സീമ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ അവളുടെ നിയന്ത്രണത്തിന് അപ്പുറമായിരുന്നു. സിറ്റി ഓഫ് ജോയ് എന്ന ചിത്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഓംപുരി പത്രപ്രവർത്തകയായ നന്ദിതയെ കണ്ടുമുട്ടിയതെന്ന് സീമ കപൂർ അഭിമുഖത്തിൽ പങ്കുവച്ചു. ഞങ്ങളുടെ പല അടുത്ത സുഹൃത്തുക്കൾക്കും അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. വിവാഹശേഷം എല്ലാം നന്നായി പോവുകയായിരുന്നു. പക്ഷെ ആ സിനിമ അതെന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു. എന്റെ ഉറ്റ സുഹൃത്തും വിധു വിനോദ് ചോപ്രയുടെ ആദ്യ ഭാര്യയുമായ രേണു സലൂജയ്ക്ക് ആ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ അവളും സുധീർ മിശ്രയും എല്ലാവരും അത് ഒതുക്കി വെച്ചു. സിനിമ കഴിഞ്ഞാൽ ഓംപുരി സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് അവർക്ക് തോന്നി. വളരെ കഴിഞ്ഞാണ് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ആ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞത്. ഓം എന്നെ വിളിച്ച് താൻ മറ്റൊരാളെ തേടുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഓം വെറുതെ പറയുകയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അതോടെ ഞാൻ മുംബൈയിലേക്ക് മടങ്ങി. എല്ലാം സാധാരണ നിലയിലായി. താമസിയാതെ അദ്ദേഹം ഒരു ഷൂട്ടിങ്ങിനായി മുംബൈക്ക് പുറത്തുപോയി. അവൻ്റെ സാധനങ്ങൾ പരിശോധിക്കുന്നതിനിടെ ഞാൻ പ്രണയലേഖനങ്ങൾ കണ്ടെത്തി. ഞാൻ ആകെ തകർന്നുപോയി. പ്രണയബന്ധം ഉണ്ടായിരുന്നിട്ടും ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഡിവോഴ്സ് ആഗ്രഹിച്ചില്ല. ഞാൻ ഗർഭിണിയായതിനാൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഗർഭിണിയാണെന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. പക്ഷേ ഇത് നന്ദിതയ്ക്ക് ഒരു അവസരമായി. അവൾ എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടു പോകുമായിരുന്നുവെന്ന് സീമ പറയുന്നു. എന്നാൽ കാര്യങ്ങൾ അതിര് കടക്കുകയാണ് ചെയ്തത്. ഓംപുരി അമിതമായി മദ്യപിക്കുകയായിരുന്നു. നന്ദിത അപ്പോഴെല്ലാം സജീവമായി രംഗത്തുണ്ട്. ഒരു രാത്രി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 3 മാസം ഗർഭിണിയായിരുന്നു, സീമ പറയുന്നു. ഇതിലെല്ലാം അസ്വസ്ഥനായ സീമയുടെ സഹോദരൻ നടൻ അനു ഓംപുരിയെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു. 6 ലക്ഷം രൂപ ജീവനാംശമായി ലഭിച്ചു. എന്നാൽ ഓംപുരി മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിളിച്ചു മാപ്പ് പറഞ്ഞുവെന്നും സീമ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.